ഹലോ ട്രേഡേഴ്സ്, ഇന്ന് ജൂലൈ 20-ാം തീയതി. നമുക്ക് പോസ്റ്റ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നേരെ നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് വളരെ 150 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് സംഭവിച്ചത്. ഓൾമോസ്റ്റ് ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 80, രാവിലെ നോക്കുന്ന സമയത്ത് 91-ലൊക്കെയാണ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ഗ്യാപ് ഡൗൺ മാർക്കറ്റ് വന്നത്. പിന്നെ കഴിഞ്ഞ വീക്കിൽ സാറ്റർഡേസ് HDFC ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും പിന്നെ റിലയൻസിൻ്റെ ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് ഒരു 150 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗണും കൊണ്ട് രാവിലെ തന്നെ ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് നല്ലൊരു റിക്കവറി എന്ന് പറയാനായിട്ടില്ല, ബട്ട് എന്നാലും ഒരു ചെറിയൊരു റിക്കവറി സ്റ്റേജിൽ മാർക്കറ്റ് നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ഈ ഒരു ഏരിയ മാർക്കറ്റ് താഴോട്ട് വന്നു, എന്നിട്ട് മാർക്കറ്റ് വന്നു മേലോട്ട് കയറി സംവെയർ അറൗണ്ട് ഒരു 24,250 റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് പിന്നെയും ഡേയ്സ് ലോവിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ പോയി ഗ്രാബ് നടത്തി നല്ല രീതിയിൽ മാർക്കറ്റ് മേലോട്ടേക്ക് പുഷ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റ്സിന് ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ്സോളം മാർക്കറ്റ് മേലെ പോയി അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് 150 പോയിന്റ്സിന് ഗ്യാപ് ഡൗൺ ആയിരുന്നു രാവിലെ, ബട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 95 പോയിന്റ്സിന്റെ നെഗറ്റീവിലാണ് ഇന്ന് മാർക്കറ്റ്. ഓൾമോസ്റ്റ് ഒരു 60 പോയിന്റ്സിന്റെ അപ്പ് മൂവ്മെന്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മേജർ ആരാണ് നിഫ്റ്റിനെ ഇന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്തതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. പ്രൈവറ്റ് ബാങ്ക്സ് ഇന്ന് ഗ്യാപ് ഡൗൺ ആയിട്ടാണ്, വലിയൊരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 2% ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3.3% ഡ്രോപ്പ് ചെയ്യുകയാണ് പ്രൈവറ്റ് ബാങ്കിൽ സംഭവിച്ചത്. അപ്പം മെയിനായിട്ട് പ്രൈവറ്റ് ബാങ്കിൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇത്രയും ഫോൾ എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് ഓൾമോസ്റ്റ് 5.4% ആണ് ആക്സിസ് ബാങ്ക് ഇന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും റിസൾട്ട്സ് ഉണ്ടാകും. നല്ല രീതിയിൽ മാർക്കറ്റ് പെർഫോം ചെയ്തു. ഓൾമോസ്റ്റ് 5 to 6% ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പെർഫോം ചെയ്യുക. അപ്പം നോക്കുന്ന സമയത്ത് അപ്പം PSU ബാങ്ക്സിലാണ് ഇന്ന് നല്ല രീതിയിലുള്ള റാലി ഉള്ളത്. പ്രൈവറ്റ് ബാങ്കിൽ ലോസ് ആണെങ്കിൽ PSU ബാങ്കിലാണ് ഇന്ന് ഓൾമോസ്റ്റ് 2.7% ആണ് PSU ബാങ്ക്സിൽ മാർക്കറ്റ് മൂവ് ചെയ്ത മേലോട്ടേക്ക്. അപ്പം ഇന്ന് ബാങ്ക് തന്നെയാണ് മെയിൻ പെർഫോമൻസ്, ബട്ട് പ്രൈവറ്റ് ആൻഡ് PSU ബാങ്ക്സ് ഡിഫറെൻറ്റ് തലത്തിലായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബാങ്ക് സെക്ടേഴ്സ് നോക്കുവാണെങ്കിൽ, ബാങ്കിങ് സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ, നിഫ്റ്റി ബാങ്ക് നോക്കുവാണെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. പിന്നെ ഒരു സ്ലൈറ്റ് റിക്കവറി, നിഫ്റ്റി എങ്ങനെ റിക്കവർ ചെയ്തോ അതേപോലെ റിക്കവർ ചെയ്തിട്ടുണ്ട്. കമ്മിങ് ഹിയർ മിഡ് ഗ്യാപ്പിലേക്ക് നോക്കുവാണെങ്കിൽ മിഡ് ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങും മാർക്കറ്റിൽ ചെറിയൊരു റാലി ഓൾമോസ്റ്റ് ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ്സിൻ്റെ മൂവ്മെൻറ്റ് മിഡ് ഗ്യാപ്പിൽ വന്നു. അതേപോലെ സ്മോൾ ക്യാപ്പിലാണെങ്കിൽ വളരെ ഫ്ലാറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. മാർക്കറ്റ് ഒന്ന് അപ്പായിട്ട് മൂവ് ചെയ്തു, പിന്നെ ഡൗൺ വന്നു. ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നു. അപ്പം നാളത്തേക്കുള്ള ലെവൽസ് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് എടുക്കുന്ന സമയത്ത് നിയർ ബൈ ഉള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, കറൻ്റ്ലി നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഇന്നലെ പ്രീവിയസ് ഡേയിൻ്റെ ഹൈ തന്നെയാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 24,530 ആണ് അടുത്തൊരു റെസിസ്റ്റൻസ് ഫേസ്. ഓക്കെ, ദെൻ അതേപോലെ നിഫ്റ്റിയിൽ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന നിഫ്റ്റി 24,550 ഒരു സപ്പോർട്ട് സോണാണ്. അതേപോലെ ഇന്നത്തെ ഡേയ്സ് ലോ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ്. നല്ല രീതിയിലുള്ള പമ്പ് നടന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനാണ്. മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിലുള്ളത്. പ്രീവിയസ്ലി കുറച്ച് ദിവസമായിട്ട് സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള 24,350 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈവൻ US ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ 24,350 ഒക്കെ ടച്ച് ചെയ്തേക്കാം. അതല്ല അവിടുത്തെ ക്രൂഡിൽ വലിയ രീതിയിലുള്ള പ്രൈസ് ഹൈക്ക് ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു 24,000 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസും കൂടെ മാർക്കറ്റിലുണ്ട്. പിന്നെ അതേപോലെ ബാങ്കിലേക്ക് വരുവാണെങ്കിൽ ബാങ്കിൽ കറൻ്റ്ലി നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത്
57,530 ആ റേഞ്ചാണ് ഒരു സപ്പോർട്ടായിട്ടുള്ളത്. അതേപോലെ ദിസ് ലെവൽ 57,120 എന്ന് പറഞ്ഞ ലെവലും ഒരു സപ്പോർട്ട് റീജിയനാണ്. ഓക്കെ, പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാണ് പ്രീവിയസ്ലി ഈ ഒരു ഏരിയ ആണ് 58,530. മാർക്കറ്റിൽ ഒന്നും കൂടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ റിജക്റ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ഒരു സ്ട്രോങ് ആയ ഒരു സപ്ലൈ സോൺ തന്നെയാണ് 58,500 എന്ന് പറഞ്ഞ റേഞ്ച്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ബാങ്കിൽ ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ ചാൻസസ് ഉള്ളൂ. ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പിൽ സംവെയർ അറൗണ്ട് ഒരു അതിലും സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. സ്മോൾ ക്യാപ്പ് ആണെങ്കിലും സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കറക്റ്റ്ലി. അപ്പം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ലെവൽസിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇന്ന് മെയിനായിട്ട് പെർഫോം ചെയ്ത് പ്രൈവറ്റ് ഏതാണ് PSU ബാങ്ക്സും പ്രൈവറ്റ് ബാങ്ക്സ് ആണ് മേജറായി ഡ്രാഗ് ചെയ്ത്. അതേപോലെ ഫാർമ സെക്ടറും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട്, ബട്ട് ഇന്ന് നല്ല രീതിയിലാണ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് എൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഫാർമയിലെ പുതിയ ഹൈസും മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. താങ്ക് യു.